അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണേ. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സങ്കടങ്ങളിൽ നിന്നും രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് 2004 അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ. അത് ഏറ്റെടുത്തപ്പോൾ ദൈവം മഹത്വപ്പെട്ടതിൻ്റെ തുടർ ദൈവാനുഭവങ്ങളാണ് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ. എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അവൻ്റെ പ്രത്യേക അനുഗ്രഹം ഈ നിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക. നിങ്ങൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും
പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ പുനഃസമർപ്പണം ചെയ്യുക. ആ പുനഃസമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിലെ ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും, ഉടമ്പടി ആണ് ജീവിതമെന്ന് പറയുന്നവരുണ്ട്. എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മനുഷ്യർ അനുഭവിച്ചതെന്ന് ഓർക്കും. കർത്താവേ, അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ, ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ, വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. God infuse your spirit, infuse your spirit of power and grace. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചന ഒരുക്കം, അങ്ങനെ ഒരു പ്രതിഭാസം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിൽ. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളാണെങ്കിലും നമുക്ക് അത് അസ്വാഭാവികമായിട്ട് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പം ആദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വചന ഒരുക്കം എന്താണെന്ന് അറിയണം. ഇപ്പം ഐസ് ഉരുക്കുക എന്ന് വെച്ചാൽ ഐസ് മെൽറ്റിങ്. അതുപോലെ തന്നെ വേർഡ് ഓഫ് ഗോഡ്, ഡിവൈൻ വേർഡ് തന്നെ മെൽറ്റ് ചെയ്ത് വരും. ഐസ് മെൽറ്റാകുമ്പോൾ എന്ത് സംഭവിക്കും? അത് മഞ്ഞുരുകി തണുത്ത വെള്ളമായി പടരുകയല്ലേ. അതൊക്കെ ഐസ് പൊട്ടിച്ച് തിന്നാൻ ഭയങ്കര, നമ്മുടെ പല്ലുവരെ പുളിക്കുകയോ മരവിക്കുകയോ ചെയ്യും. പക്ഷേ ഐസ് വെള്ളമായി കഴിയുമ്പോൾ ആൾക്കാർ കുടിക്കുന്നുണ്ട്. അതെച്ചാൽ ഒരു ഈറ്റബിൾ, അസിമിലിയേറ്റബിൾ, അതങ്ങനെ അസിമിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയായിട്ട് ഒരു വചനം മാറും. അതെന്താണ് ഐസ് വചന ഉരുക്കം, അല്ലെങ്കിൽ വചന ഉരുക്കം എങ്ങനെ സംഭവിക്കുന്നു, ആധ്യാത്മിക ജീവിതത്തിൽ അതെങ്ങനെ പ്രാപ്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നത്. നമുക്കറിയാം ഐസ് ഉരുകണ എങ്ങനെയാണ്? ചൂട് തട്ടുമ്പോഴാണ് ഉരുകണ അല്ലേ. അതുപോലെ തന്നെ മുട്ട വിരിയണത് അതും ചൂട് തട്ടുമ്പോഴാണ്. അപ്പൊ ചൂട് ഒരു പ്രശ്നമാണ്. ചൂട് അതുപോലെ തന്നെ വചനത്തിന് ചൂട് തട്ടുമ്പോൾ അതിങ്ങനെ മെൽറ്റാവും. വചനത്തിന് എന്തിൻ്റെ ചൂടാണ് തട്ടണത്? ദൈവസ്നേഹത്തിൻ്റെ ചൂട് തട്ടണം. അതാ കർത്താവ് പറയണത്, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന്. യോഹന്നാൻ 14:23. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ വെളിപാടുകൾ, ക്രിസ്തുവിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെളിപാടുകൾ എന്ന് വെച്ചാൽ ക്രിസ്തു അനുഭവങ്ങൾ തന്നെയാണ്. ക്രിസ്തു അനുഭവത്തിൻ്റെ വ്യത്യസ്തമായ ആസ്വാദന മേഖലകൾ. ഇപ്പം ക്രിസ്തു അൾട്ടിമേറ്റ് രൂപം നമുക്ക് ഭൂമിയിൽ ലഭ്യമാകുന്നത് ദിവ്യകാരുണ്യത്തിലാണെങ്കിലും ദിവ്യകാരുണ്യ അനുഭവം തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ. ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു 10% to 20% എക്സ്പീരിയൻസ് ആണ് സാധാരണ ആൾക്കാർ ഉള്ളത്. അതും സാങ്കേതികമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹമില്ലായ്മ കൊണ്ടും. കാര്യം ദിവ്യകാരുണ്യം പോലും നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ
വ്യത്യസ്തത നമുക്ക് ഒരു കമ്മ്യൂണിക്കബിൾ ആകണമെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ. വിശുദ്ധിയും ദൈവസ്നേഹവും ഒരുമിച്ച് പോകേണ്ടതാണെങ്കിലും അതിന് രണ്ടും രണ്ടായി പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം വിശുദ്ധിയുള്ള എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവസ്നേഹമുണ്ട്. പക്ഷേ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഈ മനുഷ്യസ്നേഹം. ഗതികേട് കൊണ്ട് പല ആധ്യാത്മിക വരട്ടുവാദികളുടെയും ഒരു അവസ്ഥ, ദൈവസ്നേഹം കൂടി കഴിയുമ്പോൾ മനുഷ്യസ്നേഹം കുറഞ്ഞ് വരും. അപ്പോഴേ ഈശോ അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ കൽപ്പന പാലിക്കുന്ന പറയുമ്പോൾ കൽപ്പനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അയൽക്കാരനുണ്ടല്ലോ. ആരാണ് എൻ്റെ അയൽക്കാരനെ ചോദിക്കുന്ന ഇടത്ത് നമ്മുടെ സഹായം ആവശ്യമുള്ള എല്ലാവരും അയൽക്കാരായി തീരുന്ന ഒരു ക്രിസ്തു ദർശനമുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ജാതി മത വർണ്ണ വർഗ അപ്പുറത്ത് മനുഷ്യൻ്റെ അവസ്ഥകളെ ഉൾക്കൊള്ളുകയും അവൻ്റെ താനെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തവനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയാം, ഈ ആധ്യാത്മികർ എന്ന് പറയുന്ന പല ആൾക്കാരും അവരുടെ എന്തോ സ്വകാര്യ സ്വർഗം സൃഷ്ടിക്കാൻ വേണ്ടി ദൈവത്തിന് എൻ്റെ കൂടി പ്രാർത്ഥനയുടെ കുറേ മാർഗങ്ങൾ ഉന്നയിച്ച് ജീവിതം മുഴുവനും പ്രാർത്ഥനയാക്കി മാറ്റിയിട്ട് ഹൃദയം ദൈവത്തിന് കൊടുത്തിട്ട് ഹൃദയമില്ലാതെ ജീവിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ എന്നെ തന്നെ വ്യവഹരിക്കാറും വിസ്തരിക്കാറുമുണ്ട്, നീ അങ്ങനെയാണോ എന്ന്. കാര്യം അത് ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, വചന ഒരുക്കത്തിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ മനുഷ്യരോട് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഒരു ഒരുക്കവും ഒക്കെ ഉണ്ടെങ്കിലേ അവനെ ചേർത്ത് നിൽക്കണം. അവൻ്റെ ദുഃഖം കേൾക്കുമ്പോൾ നമുക്കും ഒരു ദുഃഖമായിട്ട് തോന്നണം. അത് തോന്നിയിട്ട് കേവലമായിട്ട് നമുക്ക് മരവിപ്പായിട്ട് ഒരു സിമ്പതി കാണിക്കുക, അതല്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഒരു പരിമിതി ഉള്ളത് ഞാൻ പലപ്പോഴും എനിക്കതിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വെറുതെ ആൾക്കാരുടെ പ്രയാസം കേൾക്കത്തില്ല. എന്താ കാര്യം? കേൾക്കുമ്പോൾ അവർക്ക് സുഖമുണ്ടാകാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു പ്രസൻസും സ്കിൽഫുൾ പ്രസൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് പ്രസൻ്റ് ആകാം. ഇപ്പോൾ ഒരാൾ മുറിവേറ്റിരിക്കുന്നു, അവിടെ ഞാൻ പോയി പ്രസൻ്റ് ആകുമ്പോൾ അയ്യോ സോറി, അത് ശരിയാകും, നമുക്ക് നോക്കാമെന്നൊക്കെ പറയാമെന്നല്ലാതെ അതൊരു കേവല പ്രസൻസാണ്. പക്ഷേ ഒരു ഡോക്ടറിൻ്റെ പ്രസൻ്റ് ആണെങ്കിൽ ആ സ്കിൽഫുൾ പ്രസൻസാണ്. അതുപോലെ ഒരു വിഷയങ്ങളിൽ അർത്ഥവത്തും ഉത്തരവാദിത്തപൂർണമായ ഒരു സാന്നിധ്യം അങ്ങനെ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവിടെ ക്രിസ്തു കൊണ്ടാണ് നിർബന്ധമില്ല. അത് കേവലമായ അവരുടെ ഒരു അഭിരുചികളെ കൊണ്ടാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ ഉത്തരവാദിത്തമായ സ്നേഹം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവസ്നേഹമായിട്ട് മാറുകയും വചന ഉരുക്കം സംഭവിക്കുകയും ചെയ്യും. അപ്പം നിങ്ങളിലേക്ക് വചന ഉരുക്കം കൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വചനം വന്നത് ഞാൻ വല്ലാണ്ടാക്കിയ ഒരു വചനമാണ്. അതായത് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകുകയില്ല എന്ന്. അത് ഒരു വല്ലാത്ത വചനമാണ്. അതായത് ദൈവത്തിന് നമുക്ക് തരാനുള്ള ഏറ്റവും വലിയ ദാനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അതുപോലും ഒരു പഞ്ഞവും പിടിക്കാതെ അവൻ സമർത്ഥമായി സ്വതന്ത്രമായി സന്തോഷത്തോടെ പൂർണ്ണമായി യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പൂർണ്ണമായി ഷെയർ ചെയ്തതാണ്. കരുതി വെക്കാതെ ഷെയർ ചെയ്ത ആളാണ്. നമ്മൾ എന്ത് ദൈവസ്നേഹം പറഞ്ഞാലും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാതെ ആർക്കും ഒരു ആധ്യാത്മികതയുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒന്നും കരുതി വെക്കാതെ, ക്രിസ്തുവിനെ പോലും കരുതി വെക്കാതെ നമുക്ക് വേണ്ടി കരുതൽ ചെയ്തവനാണ്. ഇവരെക്കുറിച്ചുള്ള സ്നേഹം കൂടി വരുമ്പോൾ അവൻ്റെ വചനങ്ങൾ ഉരുകാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത് നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ
അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകുകയില്ലെന്ന്. ഇപ്പം നമ്മൾ ഈ സമസ്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാ ഇന്നത്തെ ഒരു സന്ദേശം. നമ്മൾ സമസ്തത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ക്രിസ്തുവിനാണ് പ്രാധാന്യം കൊടുത്തെങ്കിൽ സമസ്തം നമുക്ക് ഒരു വിലയും മുടക്കാതെ കിട്ടേണ്ടതാണ്. ഒരു വിലയും നമുക്ക് മുടക്കാതെ നമുക്ക് ലഭിക്കേണ്ടതാണ്. അപ്പം നമ്മളുടെ ഒരു പ്രയോറിറ്റി, ഒരു മോട്ടിവേഷൻ, നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വിഷയത്തിൽ എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് വചന ഒരുക്കത്തിലൂടെ എനിക്ക് ലഭിച്ചത്. യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും, അത് എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിസ്റ്റർ സ്റ്റെഫ്ന. ഞാൻ 15 വർഷമായിട്ട് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. MSMI സന്യാസിനി സമൂഹത്തിലെ സഭാംഗമാണ്. കഴിഞ്ഞ 2022 സാധാരണ നടത്തുന്ന ഒരു ചെക്കപ്പിനായിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. ഗൈനക്കോളജിസ്റ്റ് ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഓവറിയിൽ ചെറിയ സിസ്റ്റ് കാണപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ തുടർന്നുള്ള ചെക്കപ്പിൽ ഓവറി രണ്ടും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ ഒരു ലാപ്രോസ്കോപ്പി വഴി അത് നീക്കം ചെയ്യുവാനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിൻ്റെ തലേ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച ഉച്ചവരെയും ജോലി കഴിഞ്ഞാണ് ഞാൻ തിങ്കളാഴ്ചത്തെ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ഓപ്പറേഷനായിട്ട് അവർ 7 മണിക്ക് എന്നെ ഓപ്പറേഷനായിട്ട് കയറ്റി. അവർ പറഞ്ഞതനുസരിച്ച് 40 മിനിറ്റിന് ശേഷം ഓപ്പറേഷന് ശേഷം കഴിയുമെന്നും ഓപ്പറേഷന് ശേഷം തിരികെ റൂമിലേക്ക് ഇൻറ്റൻസീവ് സെക്ഷനിലേക്ക് കൊണ്ടുവരുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഉച്ചയ്ക്ക് 12:30 സമയമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വേറെന്തോ സംഭവിച്ചിട്ടുണ്ടായെന്ന്. ഡോക്ടർ ഉടനെ വന്നു. ഡോക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അപ്പൻഡിക്സിൽ വലിയ ഒരു മുഴയുണ്ടായിരുന്നു. അത് അപ്പൻഡിക്സ് മുഴുവൻ പഴുത്ത് ഇരിക്കുകയായിരുന്നു. അത് അവർ ലാപ്രോസ്കോപ്പിയിലൂടെ റിമൂവ് ചെയ്തു. എന്നാൽ പെരിറ്റോണിയത്തിൽ ഒരു പച്ച കളറ് പോലുള്ള ദ്രാവകം അവർ കണ്ടതായിട്ട് പറഞ്ഞു. അതവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റുകയില്ലെന്നും ബയോപ്സിക്കായിട്ട് എല്ലാ ഓപ്പറേഷൻ ചെയ്ത സിസ്റ്റുകളെല്ലാം അവർ അയക്കുകയും ചെയ്തു. 5 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. 4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു. ബയോപ്സിയുടെ റിപ്പോർട്ടിൽ അപ്പൻഡിക്സിലെ ആ മുഴ ക്യാൻസർ ആയിരുന്നുവെന്ന് മനസ്സിലായി. ഇതിന് മുൻപ്, ഈ ഓപ്പറേഷന് മുൻപാണ് ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത്. വളരെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തിരിക്കുമ്പോൾ അത്രയും നാളും കൊറോണക്കാരെ പേഷ്യൻറ്റിനെ നോക്കുകയും കൊറോണ പിടിച്ച ആളുകളുമായി ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഒരിക്കലും എനിക്ക് കൊറോണ വന്നിട്ടില്ല. പക്ഷേ ഈ ആദ്യത്തെ ഓപ്പറേഷന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് 1 ദിവസം മുൻപ് എനിക്ക് കൊറോണ വന്നു. അതുകൊണ്ട് എൻ്റെ ഓപ്പറേഷൻ നീട്ടിവെച്ചു. ഈ നീട്ടിവെച്ച സമയത്ത് ഞങ്ങളുടെ ഒരു സിസ്റ്റർ സാധാരണ വിളിക്കുന്നത് പോലെ എന്നെ വിളിച്ചു. സിസ്റ്റർ വിളിച്ച് ഫോൺ വെച്ചു, വർത്താനമൊക്കെ പറഞ്ഞ്. അതിനുശേഷം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വീണ്ടും വിളിച്ചു. സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ ഫോൺ വെച്ചിട്ട് ചാപ്പലിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ് കൃപാസനത്തെക്കുറിച്ച് സ്റ്റെഫനിയോട് പറയുക എന്നെന്ന്. അപ്പോൾ സിസ്റ്റർ എന്നോട് ആ കാര്യത്തെക്കുറിച്ച് ഈ ഓപ്പറേഷന് മുൻപ് എന്നോട് സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, കൃപാസനം എന്ന ഒരു വെബ്സൈറ്റിൽ കയറി നോക്കണം, അവിടെ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു. മാതാവിൽ നല്ല വിശ്വാസം എനിക്കുണ്ടായിരുന്നെങ്കിലും വേറെ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒത്തിരിയേറെ അച്ഛന്മാരുടെ ടോക്കുകൾ കേൾക്കുകയോ അതിൽ വിശ്വസിക്കുകയോ ഒന്നും ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല ഞാൻ അത്രയും നാളും. എന്നാൽ ഈ സിസ്റ്റർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നോക്കി അത് കേട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഓപ്പറേഷനായി പോകുന്നത്. ഓപ്പറേഷനായി ഞാൻ ചെന്ന ആ ആശുപത്രിയിലും ഞങ്ങളുടെ തന്നെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു.
സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ എപ്പം ചാപ്പലിൽ കയറിയാലും എന്നോട് പറയുക, ആരോ എന്നോട് പറയുവാണ് കൃപാസനത്തെക്കുറിച്ച് സ്റ്റെഫനിയോട് പറ എന്ന്. അപ്പോൾ എനിക്കെന്തോ കുറച്ചും കൂടി ഒരു വിശ്വാസമായി തന്നെ എല്ലാവരോടും ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പം ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങളൊക്കെ ഈ സമയത്ത് കേൾക്കാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞ് ഈ അപ്പൻഡിക്സ് ക്യാൻസറാണ് എന്ന് അറിഞ്ഞതിന് ശേഷം, അപ്പൻഡിക്സിലാണ് എന്നത് അവർ ഫിക്സ് ചെയ്തിട്ടില്ല, അവർക്കറിയത്തില്ല എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്താണെന്ന് അറിയത്തില്ല. അപ്പൻഡിക്സിൽ നിന്ന് എടുത്ത ആ ഭാഗത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നത് മാത്രമേ അന്നേരം അറിയത്തുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലേക്ക് പോരാനായിട്ട് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു. ഇവിടെ MBR കോഴിക്കോട് ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ അങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, അച്ഛൻ്റെ പേര് ഫാദർ ബോബി എന്നാണ്, അച്ഛനിപ്പം മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്തിനാണ് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട്, അച്ഛനും 4 വർഷമായിട്ട് 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. ജർമ്മനിയിൽ തന്നെ ചികിത്സിച്ച് അച്ഛൻ്റെ ക്യാൻസർ പൂർണ്ണമായും മാറിയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത്രയും സൗകര്യമുള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോയാൽ കാലാവസ്ഥയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെ തുടർന്നുള്ള ചെക്കപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് പ്രൊവിൻഷ്യലിനോടും ജനറലിൻ്റെയൊക്കെ തീരുമാനമനുസരിച്ച് ഞാൻ അവിടെ തന്നെ തുടർന്നുള്ള ചെക്കപ്പുകൾക്ക് അവിടെ തന്നെ പോയി. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ എനിക്ക് അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 10 മിനിറ്റ് അകലെയുള്ള ഒരു ഹോസ്പിറ്റലിൽ നല്ല ഒരു ഓങ്കോളജിസ്റ്റിനെയും അതുപോലെ തന്നെ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ തെറാപ്പി, അതിന് പറയുന്നത് ഹൈപെക് തെറാപ്പി എന്നാണ്. അങ്ങനെയുള്ള തെറാപ്പിയുമുള്ള ഒരു ഹോസ്പിറ്റൽ അന്ന് അവിടെ കണ്ടുപിടിച്ചു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു ഇടപെടലാണതെന്ന് ഞാൻ ഇന്നും പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഓപ്പറേഷന് വേണ്ടിയുള്ള ഈ സമയങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കും. അപ്പം അത് ഓപ്പറേഷൻ്റെ ഈ സമയത്തുള്ള ടൈമുകളിൽ ഒത്തിരിയേറെ പേര് എന്നെ കാണാൻ വേണ്ടി വന്നു. എല്ലാവരും തന്നെ എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു, വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ട്, ആരെങ്കിലും വീട്ടിൽ നിന്ന് പോയി ഉടമ്പടി എടുക്കുകയാണെങ്കിൽ മാതാവ് തീർച്ചയായിട്ടും ഇടപെടുമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ നാത്തൂൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ, എനിക്കൊരാങ്ങളേ ഉള്ളൂ. അവന് ആഫ്രിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ നാത്തൂനോട് ഈ കാര്യം പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ നീ കൃപാസനത്തിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നാത്തൂൻ എന്നോട് പറഞ്ഞു, ചേച്ചി, ഞാൻ ചേച്ചിക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞ അന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, പക്ഷേ ചേച്ചി ഇവിടെ വന്ന് പെറ്റ് സ്കാൻ ചെയ്ത് ക്യാൻസർ ഇല്ല എന്ന് ബോധ്യമായാൽ ഞാൻ ചേച്ചീനെയും കൊണ്ട് അവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ അന്ന് തന്നെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരമ്മയും ഒരു കുഞ്ഞും കൂടി വന്നു. ആ അമ്മേനെയും കുഞ്ഞിനെയും ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. അതിന് മുൻപോ അതിന് ശേഷമോ അവർ വന്ന് വെള്ളം കുടിച്ചു. കൃപാസനത്തിലെ ഒരു പത്രവും കൊടുത്തിട്ട് അവിടുന്ന് പോയി. അന്ന് മുതൽ എൻ്റെ ആങ്ങളെയും അമ്മയും ചാച്ചന് അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കൃപാസനത്തിൽ. എന്നാലും ചാച്ചനും ആങ്ങളെയും എല്ലാവരും ഒന്നിച്ച് 5:30 എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുവാനായിട്ട് തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ ഓപ്പറേഷന് വേണ്ടി പോകുന്നത്. 2022 നവംബർ 22-ാം തീയതി ആയിരുന്നു എൻ്റെ ഓപ്പൺ സർജറി നടക്കാനിരുന്നത്. ഓപ്പൺ സർജറിക്ക് വേണ്ടി പോകുന്നതിന് ഒരു 2-3 ദിവസം മുൻപ് ഞാൻ ഓർത്തു, സാക്ഷ്യങ്ങളിലൊക്കെ എല്ലാവരും പറയുന്നതാണ് കൃപാസനത്തിൽ ഉപ്പ് അല്ലെങ്കിൽ തൈലം അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച വസ്തുക്കളൊക്കെ അവരുടെ കയ്യിൽ കാണുമായിരുന്നു. എന്നാൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സാധ്യതകളുമില്ല അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ഞാനൊന്നും അറിയാത്ത ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു. സിസ്റ്ററുമായിട്ട് എനിക്ക് ഒത്തിരി പരിചയമൊന്നുമില്ല. സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൃപാസനത്തിൽ നിന്ന് ഉപ്പും തേനും കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ ഇന്നെനിക്ക് കൊണ്ടുതരാൻ പറ്റില്ല, ആരെങ്കിലും വരുവാണെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പോയി ഈ ഉപ്പും തേനും എടുത്തുകൊണ്ട് വന്നു. ഉപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാനന്ന് ഓപ്പറേഷന് വേണ്ടിയിട്ട് പോകുന്നത്. ഓപ്പറേഷന് തൊട്ട് മുൻപ് ഞാൻ ഉപ്പ് എൻ്റെ കയ്യിൽ
ഒരു 2 തരി ഇട്ടു. എന്നിട്ടാണ് ഞാൻ ഓപ്പറേഷന് പോയത്. ഓപ്പറേഷന് മുൻപ് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ഓപ്പറേഷന് വേണ്ടി ഡോക്ടർ എൻ്റെ വയറ് തുറക്കുമ്പോൾ വയറ്റിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല, അവർ അത് അപ്പം തന്നെ പൂട്ടും, അതായത് അങ്ങനെ അവരെന്നെ പെട്ടെന്ന് ഇതാക്കും എന്നാണ് പറഞ്ഞത്. 6 മണിക്കൂർ ടൈമാണ് അവർ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞിരുന്നത്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ 9.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഓപ്പറേഷനായിരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞതനുസരിച്ച് 4 ദിവസം എനിക്ക് ഇൻറ്റൻസീവ് ICUവിൽ കിടക്കണമായിരുന്നു. പക്ഷേ ഞാൻ ഇൻറ്റൻസീവിൽ കണ്ണ് തുറന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് കൃപാസന മാതാവിനെക്കുറിച്ച് പറയുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. പക്ഷേ ഞാൻ കണ്ണ് തുറന്ന ഉടനെ തന്നെ അടുത്തുനിന്ന ഡോക്ടറിനോട് ചോദിച്ചു എന്നാണ് എനിക്ക് പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ വയറ്റിൽ ഞാൻ എന്തൊക്കെയാണ്, എന്ത് വലിയൊരു അത്ഭുതമാണ് നടന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. എൻ്റെ വയറിൻ്റെ ചെറുകുടലിൻ്റെ ഒരു ഭാഗം അവർ കളഞ്ഞു, വൻകുടലിൻ്റെ ഒരു ഭാഗം, മുകളിലേക്ക് കയറുന്ന ആ ഫുൾ വൻകുടൽ, പിന്നെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്നൊക്കെ കിടക്കുന്ന ഒരു ബോട്ടിലുണ്ട്, ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് അവരെടുത്ത് കളഞ്ഞു. പിന്നെ യൂട്രസ്, ബ്ലാഡർ, അങ്ങനെ എല്ലാ ഒരുമാതിരി എല്ലാ വയറ്റിലുള്ള എല്ലാ അവയവങ്ങളിലും ക്യാൻസറിൻ്റെ സെൽസ് പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും ടൈം എടുത്തത് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷന് മുൻപ് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യവും പ്രാർത്ഥിച്ച ഒരു കാര്യവുമായിരുന്നു. നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചു, എനിക്ക് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ബോട്ടിൽ മാത്രം ഇടരുത്, ബാക്കി എന്തിട്ടാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന്. ഞാൻ ആദ്യമേ തന്നെ അതാണ് നോക്കിയത്. അപ്പോൾ അതവിടെയുണ്ട്. അന്നേരം ഞാൻ ഓർത്തു, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചതാണ് കൃപാസന മാതാവിനോട്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക്, ഞാൻ അത് വിശ്വസിച്ചതുകൊണ്ടായിരിക്കും മാതാവ് എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസൊക്കെ തന്നെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അന്ന് ആ വിചാരിച്ച ആ സമയം മുതലുള്ള എൻ്റെ റിക്കവറി എന്ന് പറയുന്നത് എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും എന്നെ ശുശ്രൂഷിച്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു. 4 ദിവസം ICUവിൽ കിടക്കണമെന്ന് പറഞ്ഞ ഞാൻ 1.5 ദിവസം കഴിഞ്ഞപ്പോൾ ICUവിൽ അവിടെ ബെഡിൽ നിന്ന് എണീറ്റ് തന്നെ അടുത്ത ബെഡിലേക്ക് മാറി എന്നെ അവർ അവിടുന്ന് നോർമലായിട്ടുള്ള മുറിയിലേക്ക് ഇത് ചെയ്തു. പിന്നീട് എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ എപ്പോഴും എല്ലാ ദിവസവും ഡോക്ടർ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് 7 മണി ആകുമ്പോൾ വന്ന് എന്നെ നോക്കുമായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇത്രയും വലിയ ഒരത്ഭുതം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, ഇത്രയും പെട്ടെന്ന് ഞാൻ റിക്കവറായി വരുന്നത്. 2-ാം ദിവസം തൊട്ട് ഞാൻ ചെറുതായി നടക്കാൻ തുടങ്ങി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്രയും ശരീരത്തിലെ ഇത്രയും ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടും എനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് അതിൻ്റേതായിട്ട് വന്നിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആദ്യ കാലങ്ങളുണ്ടായിരുന്നെങ്കിലും അതിൻ്റേതായ ഒരു കോംപ്ലിക്കേഷൻസും എനിക്കുണ്ടായിട്ടില്ല. അതിനുശേഷം ഡിസംബർ 23-ാം തീയതി, അതായത് കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിരുന്ന ആ ബോട്ടിൽ അല്ലെങ്കിൽ ബാഗ് വീണ്ടും റിമൂവ് ചെയ്തു. സാധാരണ പോലെ തന്നെയായി. അതെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി ഒത്തിരിയേറെ പേര് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രൊവിൻസിലുള്ള എല്ലാ മഠങ്ങളിലും ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് വേണ്ടി കുർബാന ചൊല്ലി, കുർബാനയുടെയും പരിശുദ്ധ അമ്മയുടെയും വലിയ അത്ഭുതവും മാധ്യസ്ഥവുമാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിർത്തി സാക്ഷ്യം പറയുവാനായിട്ട് സഹായിച്ചത്. അതിനുശേഷം ഞാൻ കറക്റ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ തിരിച്ചു വന്നു, വീട്ടിൽ വന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു. ട്രെയിൻ ചെയ്യാൻ ഇവിടെ വന്നു, ഒരു പ്രശ്നവുമില്ലാതെ. പക്ഷേ അന്ന് എനിക്ക് ഒത്തിരി സമയം നിൽക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് സാക്ഷ്യം പറയാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതിലൂടെ എനിക്ക് ആധ്യാത്മികമായിട്ട് ഒത്തിരിയേറെ വളരാൻ സാധിച്ചു. വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും കൂടുതൽ മാതാവിൽ വിശ്വാസം അർപ്പിക്കുവാനും
ഈശോയോട് കൂടുതൽ അടുക്കുവാനും ഒക്കെയായിട്ട് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹം നൽകിയ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 2 സാമുവേൽ 22:7. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. സിസ്റ്റർ സ്റ്റെഫീന തൻ്റെ ജീവിതം കടന്നുപോയ സഹനപർവ്വം മുഴുവനും നമ്മോട് പങ്കുവച്ചു. എന്നാലത് ദുഃഖത്തിൻ്റെയും രോഗദൈന്യതയുടെയും വിഷയമായിട്ടല്ല, എങ്ങനെ കൃപാസന മാതാവ് തക്ക സമയത്ത് മകളുടെ ജീവിതത്തിൽ ഇടപെടുകയും അനേകരിലൂടെ ഉടമ്പടിയെടുത്ത അനേക മക്കളുടെ അനുഭവങ്ങളിലൂടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും മകൾക്ക് ലഭിക്കുകയും അത് ആത്മധൈര്യത്തോടു കൂടി ദൈവാശ്രയത്വത്തോടു കൂടി കൃപാസന മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ വലിയ ഓപ്പറേഷനുകളിലേക്ക് മകൾ ചെന്നു ചേരുവാനും ഡോക്ടർമാർ തന്നെ മരണം വരെ സംഭവിക്കാവുന്ന ജീവിതം മുഴുവനും ദയനീയമായി തീരാവുന്ന ക്ലേശകാലമെന്ന് വിധിയെഴുതിയ രോഗത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും നൽകി സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അത്ഭുതകരമായി മകളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ആന്തരിക അവയവങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് മകളെ തിരികെ വീണ്ടെടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ പങ്കുവച്ചത്. വൈറസ് സംബന്ധമായ ദഹന പ്രക്രിയയുടെ ഏതാണ്ട് എല്ലാ അവയവങ്ങളും, പ്രത്യുത്പാദന പ്രക്രിയയുടെ ഏതാണ്ട് എല്ലാ അവയവങ്ങളും ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്ത സിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പ്രായത്തിൽ ഏറെ ദൂരമുള്ള ജീവിതയാത്രയ്ക്ക് വളരെ ദയനീയമാകുന്ന വിധത്തിൽ എല്ലാ വിഷയങ്ങളും വന്ന് ഭവിക്കാവുന്നതായിരുന്നു. സിസ്റ്റർ അത് വളരെ ചുരുക്കിയാണ് ഈ എൽത്താരയിൽ സൂചിപ്പിച്ചത്. എല്ലാം ഉള്ളുകൊണ്ട് പറഞ്ഞാൽ അത് പറഞ്ഞു തീർക്കുവാൻ പറ്റുമോ എന്ന് പോലും സിസ്റ്ററിന് സംശയമുള്ളത് കൊണ്ടാണ്. കാരണം ഞാനിവിടെ ഈ സാക്ഷ്യത്തിൻ്റെ പത്രം വായിക്കുമ്പോൾ എനിക്കറിയാം എത്ര ദയനീയമായിരുന്നു ജീവിതം കടന്നുപോയ ദിവസങ്ങളെന്ന്. ആർക്കും ഒരു പ്രതീക്ഷയും ജീവിതത്തെക്കുറിച്ച് പോലും ഇല്ലാതിരുന്ന നാളുകൾ. എന്നാൽ ഈ ഓരോ സമയത്തും കൃപാസന മാതാവ്, സഞ്ചാരി മാതാവ് എന്ന് നാം വിളിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തർ മകളുടെ അരികിലേക്ക് വന്നെത്തിച്ചേർന്ന് കൃപാസനത്തെക്കുറിച്ച് പറയുന്നു, അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ പറയുന്നു, ഉടമ്പടി സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും പങ്കുചേരുവാൻ വേണ്ടി നിരന്തരമായി സഹായിച്ചു കൊണ്ടിരുന്നു. തൻ്റെ രോഗക്കിടക്കയിൽ മുഴുവനും തനിക്ക് ആത്മധൈര്യവും പ്രത്യാശയും ഏറ്റവും ശക്തമായ ചിന്തയോടുകൂടി തൻ്റെ രോഗക്ലേശങ്ങളെ മുഴുവനും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ആ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുവാൻ സഹായിച്ചത് മുഴുവനും കൃപാസന മാതാവിനുള്ള പ്രത്യാശയുള്ള പ്രാർത്ഥനയെന്ന് മകൾ ഏറ്റുപറയുകയാണ്. അത് അവിചാരിതമായി ആദ്യം ഒരു വ്യക്തിയിലൂടെ കേൾക്കുന്നത്, വിളിക്കുന്ന സിസ്റ്റേഴ്സൊക്കെ പറയുന്നത്, ഒരു സിസ്റ്റർ ആദ്യം ഫോൺ വിളിച്ചിട്ട് അത് കട്ട് ചെയ്തയാൾ രണ്ടാമത് വിളിച്ച് കൃപാസനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്, അധികം പരിചയമില്ലാത്തൊരു വ്യക്തി കൃപാസനം ഉപ്പും തേനും തൻ്റെ കരങ്ങളിലുണ്ട്, അത് ആരെങ്കിലും വന്നാൽ കൊടുത്തുവിടാം, ഇന്ന് അവിടം വരെ എത്താൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അത് തൻ്റെ കരങ്ങളിൽ എത്തിച്ചേരുന്നത്, അതിനുവേണ്ടി ആ നിമിഷങ്ങളിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്, ഓപ്പറേഷന് ശേഷം ടൂൾസ് പോകുന്നതിനുള്ള ബാഗ് മാത്രം ജീവിതകാലം മുഴുവൻ വഹിക്കുവാൻ കാരണമാകരുതേ, അത്രയും അത് ആ ഒരു ദയനീയത തരരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓപ്പറേഷൻ കഠിന നിമിഷങ്ങളിൽ ആദ്യം നോക്കിയത് പുറമേ ആ കൊളസ്റ്റമി ബാഗുണ്ടോ എന്നാണ്. അത് കണ്ട് ആകെ തകർന്നു പോകുന്നത്. അപ്പോൾ മാതാവിനോട് തകർന്ന മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നത്, മാതാവ് ആ കണ്ണീര്, ആ തകർച്ച മുഴുവനും കണ്ടുകൊണ്ട് ആ നിമിഷം മുതൽ കൂടുതൽ വേഗത്തിൽ സൗഖ്യപ്പെടുത്തി ചുരുക്ക സമയത്തിനുള്ളിൽ എല്ലാം സാധാരണ പോലെ ക്രമീകരിച്ച് മകൾക്ക് നൽകുന്നത് അത്ഭുതകരമായ രോഗസൗഖ്യം. ഡോക്ടർ പോലും അതുകൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തിയത്, ഇതുപോലൊരു ഓപ്പറേഷൻ, ഇതുപോലൊരു രോഗസൗഖ്യം, ഇതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ളൊരു മടങ്ങി വരവ് തൻ്റെ കരിയറിൽ ഒരിക്കലും താൻ കണ്ടിട്ടില്ലെന്ന്. പ്രിയമുള്ളവരെ, അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ കൂടെ നിന്ന് ഈശോയിൽ നിന്ന് അനുഗ്രഹം നേടിത്തരും. നമ്മൾ എത്ര കണ്ട് രോഗപീഠകളാൽ ക്ലേശിക്കുന്നവരാണെങ്കിലും, നമ്മൾ എത്ര കണ്ട് ജീവിതത്തിൻ്റെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, പ്രതീക്ഷിക്കുവാൻ യാതൊരു വകയില്ലാത്തവരാണെങ്കിലും, അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രത്യക്ഷീകരണം ലോകം അംഗീകരിക്കുന്നതിന്, പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നതിന്, അത്ഭുതകരമായ അടയാളങ്ങളിലൂടെ, വിസ്മരണീയമായ പ്രവൃത്തികളിലൂടെ ഞാൻ ഇന്നും ജീവിക്കുന്നു,
ഞാൻ ഇന്നും എൻ്റെ തിരുക്കുമാരനോട് അന്ന് കാനായിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന് ശിഷ്യരോട് പറയുമ്പോൾ അത് വീഞ്ഞായി മാറിയതുപോലെ ഇന്ന് ജീവിതത്തിൻ്റെ ഏതൊരു ദുരിതത്തെയും ഏറ്റെടുത്തുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അത്ഭുത സാക്ഷ്യങ്ങളായി ലോകത്തിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് അതിൻ്റെ സാക്ഷ്യമാണ് ഈ സിസ്റ്റർ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. സിസ്റ്ററിന് ലഭിച്ച ആരോഗ്യത്തിന്, രോഗസൗഖ്യത്തിന്, ജീവിതത്തിൽ ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്ക് എല്ലാം അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടി. എൻ്റെ പേര് ശാലു എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമാണ്. ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി രൂപതാംഗമാണ്. കാഞ്ഞൂർ ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2025 മെയ് 7-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറയാൻ തുടങ്ങുകയാണ്. കാരണം എനിക്ക് യാതൊരു യോഗ്യതയില്ലാത്ത ആളായിരുന്നു. എന്നെ മാതാവ് ഈ ആൾക്കാരെ നിർത്തി സാക്ഷ്യം പറയിക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ എന്താ പറയുക, ഒരു വലിയ അനുഗ്രഹം എൻ്റെ മേലും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് 2022 ജനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു 6 months കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നോർമൽ, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത പ്രഗ്നൻസി സ്റ്റേജ് ആയിരുന്നു എൻ്റേത്. യാതൊരു കുഴപ്പമില്ലാതെ 2023 മെയ് 21-ാം തീയതി എൻ്റെ മോൻ എനിക്ക് ഉണ്ടായി. മോൻ ഉണ്ടായിക്കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ വലിയ കുഴപ്പം ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലായിരുന്നു. നല്ല ഒരു ലൈഫായിരുന്നു അത്രയും നാൾ എനിക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ആഫ്റ്റർ കെയർ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് കുഞ്ഞൊട്ടും ഉറങ്ങുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം എന്നൊക്കെ പറയുന്നത് ഡെലിവറി എല്ലാം കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പാലും എടുക്കാൻ അറിയത്തില്ല. ആദ്യത്തെ ഫസ്റ്റ് ടൈം പേരൻറ്റിങ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുഞ്ഞിനെ നോക്കി കുറേ നേരം ഇരിക്കും. അപ്പോൾ ഉറക്കം എന്താണെന്നൊന്നും ആ സമയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടയേർഡായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് തന്നെ തുടങ്ങിയത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞും ഉറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും എല്ലാവരോടും ഞാൻ പറഞ്ഞു തുടങ്ങി ഇവൻ ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, മോളെ അങ്ങനെയാണ്, കുഞ്ഞ് അങ്ങനെയാണ്, ഒരു 6 മാസം ഒരു വർഷമൊക്കെ എടുക്കും പിള്ളേരുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ അത് നോർമൽ സ്റ്റേജിലേക്ക് എത്താൻ. അപ്പോൾ അത് ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയാണ്, അങ്ങനെയാണ് പിള്ളേരുടെ കാര്യം, അങ്ങനെയാണ്, എനിക്കും അറിയാതെ. അപ്പം ഞാനത് വിശ്വസിച്ചു, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിച്ചു. അങ്ങനെ ഒരു 6 months വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഈ 6 monthsലെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത, കാരണം കുട്ടി ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും കാര്യമാക്കുമോ? ആരും കാര്യമാക്കില്ല, അത് നോർമലല്ലേ. പക്ഷേ ഇവൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇവൻ ഒട്ടുമേ ഉറങ്ങില്ല. അതായത് നമ്മളെടുത്ത് ഇവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ പിടിച്ചാലൊന്നുമല്ല, ഇങ്ങനെ കുലുക്കി കുറേ നേരം ഇങ്ങനെ കുലുക്കണം. അങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ കൊച്ചിങ്ങനെ കിടന്നോളും. താഴെ വെച്ചാൽ കൊച്ച് കണ്ണും തുറന്നെഴുന്നേക്കും. പിന്നെ പകലാണെങ്കിൽ ഫുൾ ടൈം ഇവനെ എടുത്തോണ്ട് നടക്കണം. കൊച്ചിനെ എവിടെയെങ്കിലും ഇരുത്തിയിട്ടുണ്ട് ഇവനിങ്ങനെ ഇരിക്കുകയില്ല, കിടക്കുകയില്ല. കൊച്ചൊട്ടും കളിക്കുകയെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല കൊച്ചിന്. ഫിസിക്കലി എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നോർമൽ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നോർമൽ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ് എല്ലാം നോർമൽ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സ്ലീപ്പിൻ്റെ പ്രശ്നം മാത്രമേ ഇവനുള്ളൂ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 5 minute പോലും നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതോ ബെഡിൽ കിടത്തിയിട്ടുണ്ട്, ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ഒരു 10 minute പോലും നമുക്കൊന്ന് കണ്ണടച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് നമുക്കൊക്കെ അറിയാം ഓക്സിജൻ, അതുപോലെ വാട്ടർ, ഫുഡ്, ഇതൊക്കെ പ്രൈമറി നീഡ്സാണ്. അതുപോലെ തന്നെ ഒരു സാധനമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കമില്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കും? അപ്പോൾ അത്രയും നാൾ ഉറക്കത്തിൻ്റെ ഒരു പ്രാധാന്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ കൊച്ചിന് വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ നോർമലാണ്. അവൻ പിറ്റേ ദിവസം അവന് നമ്മളെടുത്തോണ്ട് നടക്കുകയാണ്. താഴെ കിടക്കുകയില്ല, ഇങ്ങനെ കുലുക്കിക്കൊണ്ട് നടക്കണം. പകൽ മുഴുവൻ ഇങ്ങനെ കുലുക്കി ആട്ടി കൊണ്ട് നടക്കും. രാത്രിയിലും എഴുന്നേറ്റിരുന്ന് കളിക്കൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ കൊണ്ട് നടക്കണം. അപ്പോൾ ആ സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ രണ്ടും ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി, 2 പേർക്കും ദേഷ്യം. കാരണം ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു. കാരണം ഇവന് ഉറങ്ങുന്നില്ല, നമുക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള, ഇവൻ നമ്മുടെ വീട്ടിൽ പ്രെയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ.
കുർബാന കാണാൻ പോയാൽ കുർബാന കാണിക്കുകയില്ല, പള്ളീൻ്റെ ഇതിലെ കൂടെയൊക്കെ ഇവനിങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കും, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ വലിയൊരു അവസ്ഥയായിരുന്നു 6 മാസം വരെ. 6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞ് സോളിഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ റെഡിയാകും, വയറക്കാൻ ബ്രസ്റ്റ് ഫീഡേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും കൊച്ച് നോർമൽ ആയിക്കോളും എന്നെല്ലാവരും പറഞ്ഞു. ഇപ്പം നമ്മൾ ആരോട് പറഞ്ഞാലും ആരും അതൊരു കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഉറക്കത്തിൻ്റെ ഒരു ഇഷ്യൂ അല്ലേ. 6 മാസം കഴിഞ്ഞപ്പം ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല, അതിലും ശക്തമായ രീതിയിൽ തന്നെ കൂടി വന്നു. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചെറിയൊരു ആശ്വാസം കിട്ടി. കാരണം അവരിങ്ങനെ നടന്നോളും, നമ്മൾ പിന്നാലെ നടന്നാൽ മതി, എടുക്കണ്ട. അത്രയും നാളിങ്ങനെ എടുക്കണമായിരുന്നു, കണ്ടിന്യൂസ് എടുക്കണമായിരുന്നു. രാത്രിയിലാണ് ഇരുന്ന് കളിക്കുകയില്ലല്ലോ, രാത്രിയിലും എടുക്കണം. അപ്പോൾ തൊട്ടിൽ മേടിച്ച് ഇതിനകത്ത് ആട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. എപ്പോൾ ആട്ട് നിർത്തുന്നോ അപ്പോൾ കുഞ്ഞെഴുന്നേക്കും. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും കൊച്ച് റെസ്റ്റ് ഇങ്ങനെ കിടക്കൂല, അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ തമാശയായിട്ട് പറയുമായിരുന്നു, വല്ല ചെകുത്താന്മാരും ഇതിലേ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർ വരെയും പേടിച്ചോടുന്നു. കാരണം കൊച്ചും നിലവിളിക്കും, ഞാനും നിലവിളിക്കും രാത്രിയിൽ വലിയ ഒച്ചയിൽ. എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, എൻ്റെ മാനസികമായി എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ നിലവിളിക്കും, കൊച്ചും കുറഞ്ഞ് നിലവിളിക്കും. അപ്പം ഹസ്ബൻഡിന് പിറ്റേ ദിവസം ജോലിക്ക് പോകണം, എങ്കിലും എനിക്ക് നോക്കിത്തരും, ഒരു 2 മണിക്കൂറൊക്കെ നോക്കിത്തരും. ആ 2 മണിക്കൂറാണ് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉറങ്ങണ ഒരു സമയം എന്ന് പറയുന്നത്. എന്നെ കഴിവിൻ്റെ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഡോക്ടറെ കാണിക്കാം. 1 വയസ്സ് 1.5 വയസ്സായി, അത്രയും നാളും കൊണ്ട് കിടന്നു. അന്ന് ഇനി ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ച് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് നമുക്കൊക്കെ മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്, നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ്. ആ ഹോർമോൺ കുറച്ച് സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുത്തു തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോർമോണല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ സമ്മതിച്ചു. അങ്ങനെ മെലറ്റോണിൻ സ്റ്റാർട്ട് ചെയ്തു, യാതൊരു മാറ്റം ഉണ്ടായില്ല. മെലറ്റോണിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്ക് തന്നെ കണ്ടിട്ട് ഒരു അത്ഭുതമായിരുന്നു. കാരണം ഇവൻ ഇങ്ങനെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്തൊക്കെ ഒരാളിങ്ങനെ നിൽക്കും, അടുത്ത ആൾ കൊച്ചിനെ കൊണ്ട് ഇറങ്ങിക്കോണം. കൊച്ചൊരു വാക്ക് പറയാൻ സമ്മതിക്കില്ല, കരഞ്ഞുകൊണ്ട് നിൽക്കും, ഏത് നേരവും കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിരിവിരുത്തോണ്ടിരിക്കും. അപ്പോൾ ഡോക്ടർക്ക് ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് ഇവൻ്റെ ബ്രെയിൻ സ്റ്റഡി നമുക്ക് ചെയ്യാം, അതിനും കൊച്ച് ഉറങ്ങാതെ ബ്രെയിൻ സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഒരു ദിവസം അഡ്മിറ്റായി. EEG എന്ന് പറഞ്ഞൊരു ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവൻ ഉറങ്ങണം, പക്ഷെ ഇവൻ ഉറങ്ങുന്നില്ല. അപ്പോൾ ഡോക്ടർ ഹൈ ഡോസിൽ സെഡേറ്റീവ് ഇവന് കൊടുത്തു. അങ്ങനെ ഹൈ ഡോസിൽ സെഡേറ്റീവ് കൊടുത്തിട്ട് പോലും ഈ കുഞ്ഞ് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തരത്തിൽ വളരെ ഹൈ ഡോസിൽ പോയപ്പം കുറച്ചൊന്ന് ഉറങ്ങി കിട്ടി. ആ കുറച്ച് നേരത്തെ EEG സ്റ്റഡി ഞങ്ങൾ ചെയ്ത് ആ സ്റ്റഡിയൊക്കെ നോർമലായിരുന്നു. നോർമൽ ബ്രെയിൻ, നോർമൽ ഡെവലപ്മെൻറ്റ്, കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആർക്കാ കുഴപ്പം? കൊച്ചിനെ നോക്കുന്നത് നമ്മൾക്കാണ് കുഴപ്പം, കൊച്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ, പക്ഷേ ഇവനിങ്ങനെ ഉറങ്ങാതിരുന്ന ഇവൻ്റെ ക്യാരക്ടേഴ്സ് കൂടുതലും വൾഗറാവും. കാരണം വെച്ചാൽ ഇവൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കൂല, ഇവന് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഡെവലപ്മെൻ്റ് ഒക്കെ നോർമലായിട്ട് ഇറിറ്റേറ്റഡ് ആണല്ലോ, ബേബി ഇങ്ങനെ കരഞ്ഞ് നടക്കുള്ളൂ. അപ്പോൾ അവൻ ഉറങ്ങാത്തതുണ്ട്. അപ്പോൾ ഇവന് വേണ്ടി നമുക്ക് സെഡേറ്റീവ് കൊടുക്കാം എന്ന് പറഞ്ഞു. സാധാരണ അമ്മമാർക്ക് സെഡേറ്റീവ് കൊച്ചിന് കൊടുക്കാമെന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് വിഷമിക്കും. പക്ഷേ എനിക്കിങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല, കാരണം എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷത്തോടെ സെഡേറ്റീവ് ഒക്കെ മേടിച്ച് ഞാൻ വന്ന് സെഡേറ്റീവ് ഞാൻ കൊടുത്തു, സ്റ്റാർട്ട് ചെയ്തു. വലിയ പ്രതീക്ഷയിൽ ഞാൻ അന്ന് രാത്രി കൊടുത്തു, പക്ഷെ ഉറങ്ങിയില്ല. പിറ്റേ ദിവസവും കൊടുത്തു, പിറ്റേ ദിവസം ഉറങ്ങിയില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, പിന്നെ ഡോക്ടറെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഉറങ്ങണില്ല. അപ്പം പറഞ്ഞു കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കുക, ഡോസ് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോസും കൂട്ടിക്കൊടുത്തു, എന്നിട്ടും കൊച്ചു ഉറങ്ങണില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് വേറെന്തോ തകരാറാണ്, ഇത് മെഡിക്കലി ഉള്ളതൊന്നും അല്ല എന്ന് എനിക്ക് ആ നിമിഷം ഞാൻ ഓർത്തു. അപ്പോഴാണ് ഞാൻ അത്രയും നാളത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു കേവല വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അല്ലാതെ അതിൽ കവിഞ്ഞൊരു വലിയ വിശ്വാസമൊന്നും എനിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ. അപ്പം എനിക്കൊരിത് ഈശോനോടൊക്കെ ചോദിച്ച് വാങ്ങുന്നവർ, പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ, പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഈശോനോടായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. മാതാവിനോട് വലിയൊരു ഇതില്ല, പക്ഷേ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളൂ മാതാവിലുള്ള വിശ്വാസം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളുടെ അമ്മ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, ഈശോ ഈ മാതാവ് അമ്മയല്ലേ, അങ്ങനെ എന്തോ ഒരു വാക്ക് അമ്മേനോട് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ അമ്മ. അപ്പോൾ മാതാവ് അമ്മയല്ലേ, മാതാവിനോട് നീ പറ എന്ന് എപ്പോഴും അമ്മ സംസാരിച്ചു വന്നു ഇങ്ങനെ പറഞ്ഞു. അതെനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് സ്പാർക്ക് ചെയ്തു.
അപ്പം ഞാൻ വിചാരിച്ചു ശരിയോ, ഈശോനെ വളർത്തിയത് മാതാവല്ലേ, അപ്പം മാതാവിനോട് ചോദിച്ചു എന്താ അതൊരു അമ്മയല്ലേ, ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാകുന്നില്ല, അപ്പോൾ മാതാവിനോട് പറയാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞ് വീട്ടിൽ തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ ആരാധന നൊവേനയൊക്കെ നടത്തിയെങ്കിലും കാര്യമായിട്ടൊരു മാറ്റം അന്നൊന്നും കണ്ടില്ല. ചില ദിവസങ്ങളിൽ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാറ്റം ആയിരുന്നില്ല. കുറച്ചൊക്കെ ഉറങ്ങി തുടങ്ങി, പക്ഷെ അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ വന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി കൃപാസനത്തിന് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി കൃപാസനത്തിൽ 2021 വന്ന് ഉടമ്പടി എടുത്തു പോയിട്ട് ഉടമ്പടി ജീവിതം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാനത് ഓർത്ത് മനസ്തപിച്ചു. ഞാൻ അപ്പോൾ തിരിച്ചു വരാം, ഇവിടെ തന്നെ എന്തായാലും വരാമെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്തായാലും ഇവിടെ തന്നെ വരണം, ഇതിൽ റെഡിയാവും എന്നെനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് എന്നെ വെറുതെ നാണം കെടുത്തത് തന്നെ, കാരണം എനിക്ക് യോഗ്യതയൊന്നുമില്ല. പക്ഷെ ഞാനിങ്ങനെ തോരാ എല്ലാവരോടും പറയുന്നുണ്ട് മാതാവിനെ പറ്റി. അപ്പോൾ എന്നെ നാണം കെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി. പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്, 7-ാം തീയതിയാണ്, ഡിസംബർ 7-ന് വന്നത്. ആ ഡേറ്റ് തന്നെയായിരുന്നു. മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നപ്പോൾ ഞാൻ ചുറ്റിനും നോക്കിയപ്പോൾ ഇവിടെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നൊക്കെ വരുന്ന മണമാണെന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിൽ കയറിപ്പോയി. ആ ഹോളിലിരുന്ന് ഞാൻ എഴുതുമ്പോൾ ഒക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ നോക്കി മുല്ലപ്പൂ ഉണ്ടോയെന്ന്, അവിടെ ഒരു മുല്ലപ്പൂവും ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് വിശ്വാസമായി, കാരണം ഞാൻ എഴുതുമ്പോൾ ഒക്കെ ആയിരുന്നു ഈ സ്മെല്ല് വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കുറേ കൂടെ എൻ്റെ വിശ്വാസം കൂടി. അങ്ങനെ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അന്ന് രാത്രി കൊച്ച് ഉറങ്ങേയില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു പരീക്ഷണമാണ്, ഉറപ്പാണ്, ഇതെന്നെ മാതാവ് പരീക്ഷിക്കണതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് രാത്രി ഇവ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. പിറ്റേ രാത്രിയൊക്കെ അങ്ങനെ ഇവിടെ വന്ന് പോയിട്ട് ഒരാഴ്ച ഭയങ്കര ബഹളമായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടി മാതാവ് ചെയ്യുന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ പാവപ്പെട്ട സ്റ്റുഡൻസിനൊക്കെ കൊടുത്ത്, അതാണ് എൻ്റെ കാരുണ്യപ്രവൃത്തിയായിട്ടുള്ളത്. കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചു കുഞ്ഞ് ഉറങ്ങുന്നു. ഒരു ദിവസം ഇവൻ ഉറങ്ങുന്നു. രാത്രി തൊട്ടീന്ന് എടുത്ത് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കിടത്തും. അങ്ങനെ ഞാൻ ഫീഡ് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെയാണ് ഞാനന്നിങ്ങനെ കിടക്കുന്നത്. തൈലം തേച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം തേച്ച് നെറ്റിയിൽ തൂത്ത് കൊടുത്ത് എല്ലാ ദിവസവും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഹസ്ബൻഡ് തൊട്ടിന്ന് കുഞ്ഞിനെ എൻ്റെ അടുത്ത് കിടത്തിയിട്ട് ഹസ്ബൻഡ് പോയി. അപ്പം ഞാൻ നോക്കുമ്പോണ്ട് ഇവൻ ഉറങ്ങുന്നു. അങ്ങനെ ഒരു 7:30 വരെയൊക്കെ ഇവൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് ഉറങ്ങുന്നു. ഒരു 10:30 വരെ കുഞ്ഞ് ഉറങ്ങുന്നു. അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഇത് മാതാവ് ചെയ്തു തന്ന. പക്ഷെ എന്നാലും എനിക്കൊരിത് ഒന്ന് നോക്കാം. പിറ്റേ ദിവസം കുഞ്ഞ് ഉറങ്ങണം, അതിൻ്റെ പിറ്റേ ദിവസം ഉറങ്ങണം. അങ്ങനെ ഉറങ്ങി വരുന്നു. അങ്ങനെ ഒരാഴ്ച ഉറങ്ങി, ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് ഉറങ്ങി. എനിക്ക് എന്താ പറയുക, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. കാരണം എനിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല, എനിക്ക് അത്രയ്ക്ക് ടയേർഡായിരുന്നു. ഇങ്ങനെ ഒടിഞ്ഞു തുപ്പുങ്ങിയായിരിക്കും നടക്കുന്നത്. കാരണം അത്രയ്ക്കും എന്താ പറയുക, നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ്, അങ്ങനെ സ്ട്രഗിൾ ചെയ്തതാണ്. അപ്പം മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. ഉറപ്പാണ് എനിക്ക് ഈ മാതാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള മാതാവാണ്. നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവൃത്തികൾ ഒരുപാട് ചെയ്തു. ഞാൻ മരിച്ചവർക്ക് വേണ്ടിയിട്ട് വിസ്തുർബാനയ്ക്ക് പൈസ കൊടുത്തു. അവരുടെ പേരിൽ വിസ്തുർബാനം കഴിപ്പിച്ചു. പിന്നെ ചെയ്തത് പാവപ്പെട്ട സ്റ്റുഡൻസിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ രോഗി സന്ദർശനം എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്. കുഞ്ഞിന് അലർജിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അലർജിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവന് നമുക്ക് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റ്, എഗ്ഗ്, പീനട്ട്, സിട്രസ് അടങ്ങിയ ഫ്രൂട്ട്സ് ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞിൻ്റെ ദേഹത്തിങ്ങനെ റാഷസ് ആയിട്ട് വരികയും കുഞ്ഞ് കുറച്ചുകൂടി ആക്ടിവിറ്റി കൂടുന്നതായിട്ട് നമുക്ക് തോന്നി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ യാതൊരു സാധനങ്ങളും കുഞ്ഞിന് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈ തൈലം തൊട്ട് ഞാൻ അവൻ്റെ നാക്കിലും വെച്ച് കൊടുക്കുമായിരുന്നു. നാക്കിലും നെറ്റിലും ഞാൻ തൂത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പം അവന് യാതൊരു അലർജിയുടെ പ്രശ്നവുമില്ല. ഞാൻ എല്ലാ ഫുഡും അവന് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫുഡും അവൻ നന്നായി കഴിക്കണമുണ്ട്, നന്നായിട്ട് ഉറങ്ങണമുണ്ട്.
അപ്പോൾ ഈ ഉടമ്പടി വഴി ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം, വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നന്മ ആണ് ദൈവം അളക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ആത്മാർത്ഥതയും, അതായത് ഞാൻ കുറേ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. ക്ഷമിക്കാൻ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ക്ഷമിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. എന്നെ കളിയാക്കി ഒരു കുറ്റം പറഞ്ഞവൻ, അങ്ങനെ കുറേ ആൾക്കാരോട് എനിക്ക് ക്ഷമിക്കാനുണ്ടായിരുന്നു. ശരിക്കും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാതാവിനോട് കുമ്പസാരത്തിൽ ഞാൻ പറഞ്ഞ് അങ്ങനെ സോൾവ് ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനം പത്രമൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും. ഇത് മൂന്നാണ് ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇപ്പം എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു ജീവിതം തന്ന് എനിക്ക് മാതാവ് നല്ലൊരു ഹസ്ബൻഡിനെയും കുഞ്ഞിനെയൊക്കെ തന്ന് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. എല്ലാ തരത്തിലും മാതാവിന് ഞാൻ നന്ദി പറയാണ്. അങ്ങനെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ സാക്ഷ്യം നിർത്താണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനം 145:18 നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ എത്ര വലുതായാലും അതിനെല്ലാം ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ ദൈവം ഇടപെടുകയും അവയ്ക്ക് പരിഹാരം കാണുവാൻ നമുക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഷാലു ജോഷി എന്ന മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. 2 വർഷത്തെ ഉറക്കമില്ലാത്ത രാത്രികളും ദിനവും ട്രീറ്റ്മെൻറ്റുകൾ പലതും ചെയ്തു. ഉറക്കം ലഭിക്കുവാനായിട്ട് ആ കൊച്ചു കുഞ്ഞിന് ഗുളികകൾ പലതും ശ്രമിച്ചു. 2 വർഷം ഉറക്കമില്ലായിരുന്ന രാത്രികളുണ്ടായിരുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഉടമ്പടി എടുത്ത ഉടനെ 1 മാസത്തിനുള്ളിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തി. പേര് മറിയമ്മ ഷാജു, ഇതെൻ്റെ മോൻ സെബിൻ. ഞങ്ങൾ എറണാകുളത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 27-നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് 2020 ഫെബ്രുവരി കോവിഡിന് തൊട്ട് മുമ്പുള്ള സമയത്തായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അന്നു മുതൽ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലും പങ്കെടുത്ത് കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യം ആണ് ഞാൻ ആദ്യമായി പറയുന്നത്. 2021 ജൂലൈ മാസത്തിൽ നടന്ന, എനിക്ക് 7 വർഷമായി ഉണ്ടായിരുന്ന മൂക്കിന് ഇൻഫെക്ഷൻ അടിച്ച് പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, പക്ഷേ മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഉടമ്പടിയുടെ കോവിഡിൻ്റെ സമയമായിരുന്നത് കൊണ്ട് എനിക്ക് ഡോക്ടേഴ്സിനെ കാണിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഞാൻ ഇപ്പോൾ ഉടമ്പടി ആരാധനയിലും ആണ് പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, അച്ഛൻ ഇന്ന് സന്ദേശം പറയുമ്പോൾ ഇന്ന് എൻ്റെ സന്ദേശം കൂടെ പറയണം എന്ന്. അതുപോലെ തന്നെ അച്ഛൻ ആദ്യം ഒരു സന്ദേശം പറഞ്ഞു. അടുത്തത് ഞാൻ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ മൂക്കിന് പ്രശ്നമുള്ളവരുടെ കാര്യം വേണം അച്ഛൻ പറയാൻ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, മൂക്കിലൂടെ വെള്ളം വരുന്ന തലസംബന്ധമായത് സൈനസൈറ്റിസ് രോഗമായിട്ട് ഉള്ളവരുടെ രോഗമാണ് അച്ഛൻ പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ശരീരമാകെ കോരിത്തിരിച്ചു. ഞാൻ അപ്പോൾ തന്നെ വിശ്വസിച്ചു എൻ്റെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന്. പിറ്റേ ദിവസം ഞാനിങ്ങനെ എൻ്റെ മുഖം കഴുകാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നി. ഞാൻ പോലും അറിയാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ മൂക്കിൻ്റെ പ്രശ്നം ഇത് പൂർണ്ണമായിട്ടും 5 വർഷമായി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. വികാരൻ ഈശോയ്ക്ക് ഞാൻ 1000 സ്തുതിയും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു. അടുത്തത് ഞാൻ 2022-ലാണല്ലോ ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞ്, എനിക്ക് 24 വർഷമായി ഉണ്ടായിരുന്ന എൻ്റെ ഷോൾഡർ പെയിന് ഒരുപാട് 10-13 ഡോക്ടേഴ്സിനെ ഞാൻ അലോപ്പതി, ഹോമിയോ, ആയുർവേദം ഇങ്ങനെ മാറി മാറി കാണിച്ചുകൊണ്ടിരുന്നു. ഒന്നിനും എനിക്ക് പ്രതിവിധി കിട്ടിയില്ല. ഒരു ഡോക്ടറാണ് എന്നോട് പറഞ്ഞു, ഇത് ചികിത്സിച്ചാൽ ഭേദമാകുകയില്ല എന്നാണ് പറഞ്ഞത്. 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇതെല്ലാം നോർമലാണ്, പക്ഷേ ചികിത്സിച്ചാൽ ഭേദമാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് അങ്ങ് നിർത്തി. ഞാൻ പിന്നെ 2018-19 വർഷത്തോളം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എഴുതി എൻ്റെ ഷോൾഡർ പെയിൻ്റെ കാര്യം. രാവിലെയും വൈകുന്നേരവും ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ എക്സ്ട്രാ ആയിട്ട് ഞാൻ അച്ഛൻ ഇവിടെ എപ്പോഴും പറയും, വിശേഷവതിയായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പോയി ആഴ്ചയിൽ 1 ദിവസം എന്നുള്ളത് 2 ദിവസം പോയി. ഞാൻ എൻ്റെ കൈക്ക് വേദനയായിരുന്നെങ്കിലും ഞാൻ
പോയി 3 വൃദ്ധരെ എങ്കിലും ഞാൻ പോയി കുളിപ്പിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ പറയണം, ഷോൾഡർ പെയിൻ ഉള്ളവർ, ഓരോ രോഗങ്ങളുള്ളവരുടെയും കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. 2 ദിവസം ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുവാണ്, ഈ ഉടമ്പടി സാക്ഷി എഴുതി കൊടുക്കുന്നതും പരിശുദ്ധ അമ്മ, ഈ കൃപാസന അമ്മ തന്നെ പറയുവാണ് നീ ഇതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ 2023-ലും 2024-ലും ഈ 2025-ലും ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. ഒരിടത്തും ഇരിക്കാതെ പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയും എനിക്ക് ഈ ദൈവപിതാവിന് വാങ്ങി തന്ന എൻ്റെ ഈ അനുഗ്രഹത്തിന് ഞാൻ 1000 സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ മോന് കിട്ടിയ, എൻ്റെ മോൻ പോളിടെക്നിക്ക് കഴിഞ്ഞിട്ട് ബിടെക്കിന് ചേരുവായിരുന്നു, ലാറ്റൻട്രി വഴി ബിടെക്കിന് ചേരുമായിരുന്നു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം അവന് 3rd സെം തൊട്ട് അവന് എക്സാം ഇരുന്ന് കഴിഞ്ഞപ്പം പൂർണ്ണമായി എഴുതാനും മറന്നു പോകുന്നു, ബുദ്ധിമുട്ടാകുന്നു എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനെ അമ്മ ഉടമ്പടിയിൽ എഴുതി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം, നീ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ഉടമ്പടി ഉപ്പും തേനും ഒക്കെ നീ ഉപയോഗിച്ച് നീയും പ്രാർത്ഥിക്കണം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എല്ലാ ദിവസവും, എന്നിട്ട് നീ പഠിക്കാനും പരീക്ഷയ്ക്കുമൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ 5ാമത്തെ സെം വരെ അവന് സപ്ലി കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 6ഉം 7ഉം 8ഉം എല്ലാം നല്ല മാർക്കോടുകൂടി തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും അവന് നല്ല വിജയം നേടി കൊടുത്ത് വീട്ടിലേക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ അവന് കിട്ടിയ ജോലിയുടെ കാര്യമാണ് അടുത്ത് ഞാൻ പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് ലാസ്റ്റ് പ്ലേസ്മെൻറ്റ് വരുമായിരുന്നു. അന്നേരം പ്ലേസ്മെൻറ്റ് വരുമ്പോൾ അവന് ഇച്ചിരി പ്രായം കൂടി പോയി, അതുപോലെ സപ്ലി വന്നു. അതുകൊണ്ട് അവന് മിക്ക കമ്പനിയിലെയും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. ഒരു കമ്പനിക്ക് മാത്രം അവന് കൊടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ ഇതുപോലെ ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ജൂൺ മാസം ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചു എൻ്റെ മോൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ പഠിച്ച മേഖലയെ തന്നെ അവന് ഒരു ജോലി കൊടുത്ത 30 ദിവസത്തിനുള്ളിൽ ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ, അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എഴുതിയിട്ട് 6ാം ദിവസമായപ്പോഴത്തേന് അവനെ ഒരു ചെന്നൈയിൽ നിന്നൊരു ഇൻ്റർവ്യൂ എന്നെ വിളിക്കുവാണ്. അവന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പും തേനും എല്ലാം കൊടുത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയതും ഞാൻ കൊടുത്താണ് വിട്ടുവീഴ്ചത്. പോകുമ്പോൾ മോനെ ഇത് പ്രാർത്ഥിച്ചിട്ട് വേണം മോൻ ഇത് കയറി പോകാൻ. അവൻ ചെന്നൈ ചെല്ലുമ്പോൾ ഞാൻ ഉടമ്പടി ഇവിടെ എടുക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു സഹോദരി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ സഹോദരിയോടും പറഞ്ഞു, മോനെ പറഞ്ഞു വിടുമ്പം മോനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവന് കുരിശ് വരച്ച് തൈലം കൊണ്ട് കുരിശ് വരച്ച് വേണം വിടാനെന്ന്. അന്നേരം ചേച്ചി ഞാൻ ആ കാര്യം ഏറ്റു, ചേച്ചി അത് പറയണ്ട, എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞു എല്ലാം ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് അറിയും എന്ന് അറിയിച്ചേക്കാമെന്ന് പറഞ്ഞു. 1 കഴിഞ്ഞു, 2 ആഴ്ചയായി. മോന് ടെൻഷനായി തുടങ്ങി. അമ്മയെ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ധൈര്യമായിട്ടിരിക്കുക, പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തതല്ലേ, അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി തന്നോളും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു വചനം ഇതാണ്, പുറപ്പാട് 14:14, താവ് യുദ്ധം ചെയ്തോളും, നിങ്ങൾ സമാധാനമായിട്ടിരുന്നാൽ മതി എന്നുള്ള വാക്യം ഞാൻ മോന് പറഞ്ഞു കൊടുത്തു. നീ ധൈര്യമായിട്ടിരിക്കുക. അത് കഴിഞ്ഞ ശേഷം ഞാനും മോനും കൂടെ ഇവിടെ ജൂലൈ 1 ഇവിടെ വന്ന് ഉപവാസം എടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് സാക്ഷ്യം കുറേ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കും എൻ്റെ മോനുമായിട്ട് ഇവിടെ കയറി വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെയും അനുഗ്രഹിക്കണമേ. എൻ്റെ മോൻ്റെ വിശ്വാസം പോലെ അവൻ 5ാം ക്ലാസ് മുതൽ അവൻ ഗോൾട്രയിലും വിശുദ്ധ കുർബാന ഒന്നുപോലും കളയാതെ അവൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നവനാണ്. അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുതേ, അവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് എൻ്റെ മോന് എന്തെങ്കിലും ഒരു അറിവ് കിട്ടണം ജോലിയെക്കുറിച്ചുള്ള എന്നും പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഇടന്ന് പോയി. വീട്ടിൽ ചെന്നു, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു, ഉടമ്പടി പ്രാർത്ഥന തൈലം വെച്ചപ്പോൾ ഞാൻ എല്ലാവരെയും പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് സാധാരണ പോലെ അവൻ മൊബൈൽ എടുത്തപ്പം കാണുന്നത് അവൻ സെലക്റ്റഡ് എന്നും പറഞ്ഞുകൊണ്ടാണ് മെയിൽ വന്നിരിക്കുവാണ്. അവന്
അവിടെ 28 ഞാൻ 30 ദിവസത്തിനുള്ളെന്ന് പറഞ്ഞത് അമ്മ 28 ദിവസത്തിനുള്ളിൽ തന്നെ 28-ാം ദിവസം അവന് അമ്മ ജോലിക്കുള്ള മെയിൽ വന്നു. അതുപോലെ ഓഗസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ ജോലി കയറണമെന്നുകൂടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അത് 59-ാം ദിവസം എൻ്റെ മോൻ ജോലിയിൽ, ഓഗസ്റ്റ് 4-ാം തീയതി എൻ്റെ മോൻ ജോലിയിൽ ചെന്നൈയിൽ ഒരു അവൻ പഠിച്ച മേഖലയിൽ തന്നെ ജോലി അവന് കിട്ടി. ഈശോയും അമ്മയെ അനുഗ്രഹിച്ചു. ദേവതാവിൽ നിന്ന് വാങ്ങിത്തന്ന ഈ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി. അവനിവിടെ പോകുന്നതിന് മുമ്പേ ഇവിടെ വന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് മുമ്പാണേലും ഇൻ്റർവ്യൂവിന് മുമ്പാണേലും എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും പോകുകയുള്ളായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് പത്രവും ഉപ്പും തേനും എല്ലാം കാശിരവും വാങ്ങിച്ചുകൊണ്ട് പോയി പള്ളികളിലും അതുപോലെ വീടുകളിലും അതുപോലെ യുവജനങ്ങൾക്കാണ് ഞാൻ കാശിരവും കൂടുതലായിട്ട് കൊടുത്ത് അവരോടും പള്ളി പോകണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ വൃദ്ധസദനത്തിൽ ആഴ്ചയിൽ 2 ദിവസം പോയി കുളിപ്പിക്കാനായിട്ടും എല്ലാം അവിടെ വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കും. അതുപോലെ വസ്ത്രമായിട്ട് ഞാനും മോനും കൂടെ പോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം ഇവിടെ വന്നപ്പോഴും കിട്ടിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെ പല പ്രാവശ്യം സ്വപ്നം കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് സെബിൻ. അമ്മ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റാത്ത, എക്സാമിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അമ്മ പറഞ്ഞു കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുക, അത് അനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഫേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതായത് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പെർഫോമൻസ് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് റിസൾട്ട് വരണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഗ്രേസും കൂടെ വേണമെന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ ഒരു ബോധ്യം വന്നു. അതുകൂടാതെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എൻ്റെ തന്നുവിടും. എന്നിട്ട് ഞാൻ തിരിച്ച് അത് കഴിയുമ്പോൾ അമ്മയുടെ തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് പോകുന്ന സമയത്താണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വേറെ അതിൻ്റെ ഫീഡ്ബാക്കായിട്ടോ ഒരാഴ്ചയ്ക്കകം റിസൾട്ട് പറയുമെന്ന് പറഞ്ഞു, ഒന്നും വന്നില്ല. അപ്പം പിന്നെ ടെൻഷനായി, എന്താണ് അടുത്ത ഫേസ് എന്താണ്, അതായത് റിസൾട്ട് വരുന്നില്ല. റിസൾട്ട് യെസ് ഓർ നോ അറിയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ബാക്കി അടുത്തതിനെ അറ്റൻഡ് ചെയ്യാം. പക്ഷേ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷേ നമുക്ക് ഒരു ഓഫർ ലെറ്റർ വരാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതിന് വെയിറ്റ് ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു 2 ആഴ്ച 3 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടും റിപ്ലൈ ഒന്നും വരാതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാനും അമ്മയും കൂടെ ഒന്നുകൂടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോയി. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞായിരുന്നു ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരണം, യെസ് ഓർ നോ. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്ന് കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മെയിൽ വരുന്നത് ഇങ്ങനെ സെലക്ട് ആയെന്നുള്ള കാര്യം. അപ്പം ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി കാര്യം നമ്മുടെ പെർഫോമൻസ് മാത്രമല്ല, പക്ഷേ ദൈവത്തിൻ്റെ ഗ്രേസും കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കൂടാതെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞ സമയത്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്തിടന്നാണ് നമുക്ക് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻസും കാര്യങ്ങളും വരുന്നത്. നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം അല്ലെങ്കിൽ ഒരു ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ അറിയാൻ പറ്റുന്നുണ്ട്. അത് ഈ ഒരു കാര്യങ്ങളിൽ മാത്രമല്ല പല മേഖലകളിലും നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തത്തിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം മാതാവ് വഴി ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് നേടിത്തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ അവർ പാനം ചെയ്യുന്നു. മറിയാമ്മ ഷെജു എന്ന ഈ സഹോദരിയും മകനും വലിയ സന്തോഷത്തോടെ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി 2 രോഗസൗഖ്യങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിച്ചത്. ആദ്യത്തത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ നടയിൽ പ്രാർത്ഥിച്ചു പോയപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം സ്ഥിരമായി കൂടിക്കൊണ്ടിരുന്ന നാളിൽ 7 വർഷമായുണ്ടായിരുന്ന റണ്ണിങ് നോസ് അത് ഏറെ ക്ലേശം അനുഭവിപ്പിക്കുകയും മരുന്നുകൾ എത്ര കഴിച്ചിട്ടും മാറാതെ വല്ലാത്ത രീതിയിൽ ജീവിതത്തെ ക്ലേശപൂർണ്ണമാക്കുകയും ചെയ്തപ്പോഴാണ് ഉടമ്പടി ആരാധനയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അച്ഛനത് സൗഖ്യാരാധന നടത്തുമ്പോൾ സന്ദേശങ്ങൾ പറയുന്ന സമയത്ത് സഹോദരി പ്രാർത്ഥിക്കുന്നത് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത സന്ദേശം അച്ഛൻ മൂക്കിൽ നിന്നും ഈ വെള്ളം വരുന്ന അത് സംബന്ധിച്ചുള്ളൊരു സന്ദേശം നൽകണം, അതെനിക്ക് വേണ്ടിയുള്ള സന്ദേശമായിരിക്കുമെന്ന്.
അതുപോലെ തന്നെ അതേ നിമിഷത്തിൽ അൾത്താരയിൽ നിന്ന് അച്ഛൻ്റെ സന്ദേശം ഈ റണ്ണിങ് നോസുമായി ബന്ധപ്പെട്ട് വരികയും അതിനുശേഷം ഇന്ന് വരെ, ഇപ്പോൾ ഒരു 5 വർഷം കഴിയുന്നു, ഇന്ന് വരെ ആ ഒരു രോഗാവസ്ഥ ഒരിക്കൽ പോലും വരാതെ സഹോദരിയെ സംരക്ഷിച്ചു. അതുകൊണ്ടാണത് അമ്മ മാതാവിൻ്റെ ഇടപെടലിലൂടെ ഈശോ നൽകിയ സൗഖ്യമെന്ന് ഏറ്റുപറയുന്നത്. രണ്ടാമത്തത് 24 വർഷത്തോളം ഉണ്ടായിരുന്ന നടുവുവേദനയും നടക്കുവാനുള്ള പ്രയാസങ്ങളും കുനിയുവാനുള്ള ബുദ്ധിമുട്ടുകളും ഭാരമെടുക്കാനാവാത്ത അവസ്ഥകളുമൊക്കെയാണ്. അതും അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി ഡോക്ടർമാരെ കണ്ട് നേരത്തെ ചികിത്സിച്ച് അവസാനം അവരെല്ലാവരും ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, സഹിക്കുക മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞുവിട്ട വിഷയമാണ്. അമ്മയുടെ ഉടമ്പടി എടുത്ത് നിയോഗം എഴുതി സമർപ്പിക്കുമ്പോൾ സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത കാലം മുതൽ ഈ കഴിഞ്ഞ 3 വർഷവും ഇത്രയും ദൂരം 14 കിലോമീറ്റർ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടും ഒരു യാതൊരു തരത്തിലുള്ള രോഗക്ലേശവും ഇല്ലാത്ത വിധം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അമ്മ സഹായിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ദൈവം ഇന്നും സൗഖ്യപ്പെടുത്തുന്നവനാണ്. ദൈവശക്തി ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നതുമാണ്. നേർച്ചവസ്തുക്കളുടെ വിശ്വാസത്തോടെയുള്ള പ്രയോഗം സഹോദരിയുടെ ശാരീരിക രോഗക്ലേശങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം നൽകിയെന്ന് ഈ അൾത്താരയിൽ ഏറ്റുപറയുമ്പോൾ നമ്മളും രോഗക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അമ്മയുടെ സംരക്ഷണയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് അവിടുത്തെ തിരുരക്തത്താൽ കഴുകപ്പെടുവാൻ നാം ഉപയോഗിക്കുന്ന നേർച്ചവസ്തുക്കളിലുള്ള ദൈവശക്തിയാൽ അവ നമുക്ക് സൗഖ്യവും ആരോഗ്യവും പ്രദാനം ചെയ്യുവാൻ വേണ്ടി പൂർണ്ണമായി സംശയമില്ലാതെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹമായി ഭവിക്കുന്നുവെന്ന് അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി അൾത്താരയിൽ പങ്കുവെച്ചത്. മോൻ്റെ 2 സാക്ഷ്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആദ്യത്തേത് ഒത്തിരി സപ്ലൈ ഉണ്ടായിരുന്നൊരു സാഹചര്യം. അപ്പോഴാണ് അമ്മ മകനോട് പറയുന്നത്, ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു, നീ എൻ്റെ കൂടെ കൂടുക, പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുക. അമ്മ ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ പറയുന്നു, പിന്നീടുള്ള ഒരു സെമസ്റ്റർ എക്സാമിനും സപ്ലൈ ഒന്നുമില്ലാതെ അവനെ പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചു. ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലും പല കാരണങ്ങളാൽ ജോലി തള്ളിപ്പോകുമ്പോൾ അതും അമ്മയുടെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വഴികൾ അടഞ്ഞു പോകുമ്പോൾ വഴികൾ തുറന്നു തരുവാൻ, ജീവിതം പരാജയപ്പെട്ടു വരുമ്പോൾ ജീവിതത്തിന് പുതിയൊരു കൈത്തിരി തെളിച്ചു തരുവാൻ അമ്മ ഈശോയോട് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന്. അതാണ് ഉടമ്പടിയുടെ പ്രാർത്ഥനയും. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ സഹായത്തിൽ ഈശോയുടെ വലിയ അനുഗ്രഹം ജീവിതം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ പരിശുദ്ധ അമ്മ ദൈവപിതാവിനോട് ഉച്ചരിച്ചതുപോലെ നമ്മൾ അമ്മയുടെ കരങ്ങളിൽ ജീവിതം കൊടുത്തുകൊണ്ട് അമ്മയുടെ ദാസിമാരായി ഈ ജീവിതം വിശുദ്ധിയിലും വിവേകത്തിലും ദൈവസ്നേഹത്തിലും വളർത്തും ജീവിക്കുമെന്ന് വാക്കുകൊടുക്കുകയാണ്. മകൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള നിയോഗത്തിന് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കൃത്യം പറയുന്നുണ്ട്, ഇന്ന് രാത്രി തിരികെ ചെല്ലുമ്പോൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം നൽകണമെന്ന്. അത് അത്ര കണ്ട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ശരണപ്പെടുകയും ആശ്രയിക്കുകയും കറകളില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ആത്മാവിന് മാത്രമേ ദൈവസന്നിധിയിലേക്ക് ഒരു ഡേറ്റ് ഇട്ട് സമയം പറഞ്ഞ് ഒരു നിയോഗം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ അമ്മ മകനോട് പറയുന്നത്, മകനെ ഇന്ന് രാത്രി തീരുന്നതിന് മുമ്പ് നിനക്കുള്ള സന്ദേശം വരുമെന്ന്. 2 കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്. മകൻ്റെ നിയോഗം എഴുതിയിടുമ്പോൾ അമ്മ പറയുന്നുണ്ട്, 90 ദിവസത്തിനുള്ളിൽ ഈ നിയോഗം സാധിച്ചു തരണമെന്ന്. അമ്മ പറയുന്നു, ആ രാത്രി സന്ദേശം വന്നു. ഉടമ്പടി എടുത്ത് 59ാമത്തെ ദിവസം സന്ദേശം വന്നു. അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ഗ്യാരൻറ്റീഡാണ്. അമ്മ ഈശോയ്ക്ക് കൊടുക്കും, കണ്ണടച്ച് കളയില്ല, പിന്നെയാകട്ടെ എന്ന് വെക്കില്ല. അമ്മ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം സുരക്ഷിതമാകുവാൻ വേണ്ടി നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. നമുക്ക് അമ്മ മാതാവിനോട് ചേർന്ന് നടക്കുവാൻ, സ്വന്തമായി സ്വീകരിക്കുവാൻ, സന്തോഷത്തോടെ അമ്മയെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും ഏതൊരു പ്രശ്ന വിഷയത്തിലും അമ്മയുടെ ഇടപെടലും ഈശോയുടെ സഹായവും അനുഗ്രഹവും നമുക്ക് സ്വന്തമാകും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു